നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഗൂഗിൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയാണ്. നിങ്ങൾ പറയുന്നതൊക്കെ ഗൂഗിൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ പെർമിഷൻ നിങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർമിഷൻ എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ഓട്ടോമാറ്റിക്കലി ആദ്യമേ അത് ഈ ഒരു സെറ്റിങ്സ് എനാബിൾ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഗൂഗിളിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ ആദ്യമേ ആ ഒരു സെറ്റിങ്സ് എനാബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഒരു സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ പറയുന്നതൊക്കെ അവർ കേട്ടിട്ട് അതുവഴിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അവർ ആഡ് പബ്ലിഷ് ചെയ്യുക. നിങ്ങളിപ്പോൾ എന്തിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആഡ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടല്ലേ, നിങ്ങൾ സ്ക്രോളൊക്കെ ചെയ്യുമ്പോൾ അത് ഇതുവഴിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഒഴിവാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. നിങ്ങളുടെ ഫോണിലൊക്കെ സെറ്റിങ്സ് ഉണ്ടാവും. നേരെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ കാണാൻ പറ്റും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സിൻ്റെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ കാണും. ആ ഒരു ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് നിങ്ങളത് നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാനേജ് യുവർ അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. ആ ഒരു മാനേജ് യുവർ അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്ന് ലോഡിങ് ആട്ടെ. അപ്പോൾ അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഈ ഡാറ്റ ആൻഡ് പ്രൈവസി കാണാൻ പറ്റും. ആ ഒരു ഡാറ്റ ആൻഡ് പ്രൈവസി എടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരിക. അതിൽ നിങ്ങൾക്ക് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി കാണാൻ പറ്റും. ആ ഒരു വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എടുക്കുക. എന്നിട്ട് വെബ് ആൻഡ് ആക്ടിവിറ്റി എടുത്തതിന് ശേഷം നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കണ്ട ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു സെറ്റിങ്സ് കണ്ട, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. ഇത് ഡിസേബിൾ ചെയ്യുക. ഇതുപോലെ ഇത് കണ്ട ഡിസേബിൾ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ സെറ്റിങ്സ് ഓഫ് ആവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗോട്ടിട്ട് കൊടുക്കുക. കണ്ട, ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗൂഗിൾ എടുത്തിട്ട് കേൾക്കുന്നുണ്ടാവും. അത് എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് അവരുടെ ആഡ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം. നിങ്ങളുടെ തീരുമാനമാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ.